ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റിസൾട്ടിൽ നമ്മൾ നടത്തിയ കണ്ടസ്റ്റിൽ ഫസ്റ്റ് വിന്നർ ഈ കമൻ്റ് ഇട്ട വ്യക്തിയാണ്. അപ്പോൾ ഇവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ കണ്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾക്ക്, ചില ആളുകൾക്കൊക്കെ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കമൻറ്റ് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയും ഇത്തരം ചെറിയ പ്രവചനങ്ങൾ ചിലപ്പോൾ നമ്മൾ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കമൻറ്റിന് ലൈക്കും അതുപോലെ തന്നെ ഹാർട്ടും കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം അത് ചിലപ്പോൾ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ്. ഏതായാലും ഇതുപോലത്തെ മറ്റു ചെറിയ പ്രവചനങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ കണ്ടസ്റ്റിലെ ഉത്തരങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് 232 സീറ്റാണ്, NDAക്ക് 293 സീറ്റും അവസാനമായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 99 സീറ്റ്, BJPക്ക് 240 സീറ്റ്, കേരളത്തിൽ UDFന് ഒരു സീറ്റ്, LDFന് ഒരു സീറ്റ്, UDFന് 18 സീറ്റ്, BJPക്ക് ഒരു സീറ്റ്. UDFൻ്റെ ഒരു സീറ്റ് നമ്മൾ ഏറെക്കുറെ LDFൻ്റെ ഒരു സീറ്റ് നമ്മൾ ഏറെക്കുറെ അങ്ങനെ വരുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ UDFൻ്റെ ഒരു തരംഗവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ BJPയെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും വിചാരിച്ചിരുന്നില്ല. കാരണം NDA അല്ലെങ്കിൽ BJP 400-ലധികം സീറ്റുകൾ നേടി വലിയ രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ മത്സരരംഗത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭരണഘടന സംരക്ഷിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് പാർട്ടിയാണെങ്കിലും 400-ലധികം സീറ്റ് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായിട്ടുള്ള പല ആർട്ടുകളും ചേഞ്ച് ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ 2/3 ഭൂരിപക്ഷം ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു പോളിംഗ് അല്ലെങ്കിൽ ഒരു വിജയമാണ് എല്ലാ പാർട്ടികൾക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ കൂടുതലുള്ള വിജയം ആർക്കും കൊടുക്കാതിരിക്കുന്നതാണ് ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ പൗരന്മാരുടെയും പിന്നെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇന്ത്യ മുന്നണി ഇങ്ങനെ വന്നതും ഇതൊരു കടുത്ത മത്സരം അല്ലെങ്കിലും ഒരു ഒറ്റക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് തന്നെ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് പിന്നെ അതിലധികം 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല. ജനാധിപത്യപരമായിട്ട് തന്നെ നടക്കുന്ന നല്ലൊരു ഇലക്ഷൻ തന്നെ ആയിരിക്കും. നല്ലൊരു 5 വർഷം മുന്നോട്ട് പോകുമെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ഇത് ഒരു ഒറ്റയ്ക്കൊരു പാർട്ടിക്ക് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് എത്ര കാലം ഈ ഭരണം മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആരൊക്കെ ഈ ഭരണം നടത്തുമെന്ന് പോലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ മുന്നണിക്കും വിചാരിച്ചാൽ ഒരു ഭരണം സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്ത്യയുടെ ഒരു നിയമം അനുസരിച്ച് കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയാണ് രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുന്നത് ആദ്യഘട്ടം. അപ്പോൾ ആ കണക്കിന് BJP തീർച്ചയായും വിളിക്കുന്നതായിരിക്കും. BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മോഡി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്നും വിചാരിക്കുന്നു. എന്തായാലും പിന്നെ അത് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് അറിയില്ല. കാരണം അതൊരു വളരെ റിസ്ക്കി ആയിട്ടുള്ള സാഹചര്യമാണ്. BJPയുടെ ഇതുവരെ നടത്തിയ ഒരു ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, ഇപ്പോൾ നോട്ട് നിരോധനമാണെങ്കിലും ജമ്മു കാശ്മീർ വിഭജനമാണെങ്കിലും NRC CAA പോലത്തെ കാര്യങ്ങളും GST നടപ്പിലാക്കിയതും പിന്നെ NIA കൊണ്ടുള്ള കളികളും EDA കൊണ്ടുള്ള കളികളും ഒക്കെ BJPക്ക് തോന്നുന്ന പോലെ മാത്രം മുന്നോട്ട് പോകുന്നൊരു സിസ്റ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മുന്നണിയുടെ ബാക്കിയുള്ള ആളുകളുടെ കൂടി അംഗീകാരം ചോദിച്ചിട്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റിസ്ക് സാധ്യതകൾ ഈ ഒരു ഭരണത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ 1996 ഇത്ര ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ തന്നെ BJP തന്നെ ആയിരുന്നു അന്നും വലിയ ഒറ്റകക്ഷി. അന്ന് BJPയെ സർക്കാർ ഉണ്ടാക്കാൻ പ്രസിഡന്റ് വിളിക്കുകയും BJP സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ 272 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. പക്ഷെ അത് തെളിയിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. 13 ദിവസം കഴിഞ്ഞിട്ട് BJP അന്ന് രാജിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
പിന്നീട് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് വിളിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് അന്ന് താല്പര്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് മറ്റൊരു അലയൻസിനെ, മൂന്നാമത്തെ അലയൻസ് വരികയും അവർ ഭരിക്കുകയും ചെയ്തത്. അവരെ കോൺഗ്രസ് പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ആ ഭരണം വെറും 2 വർഷം മാത്രം മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മുന്നണീപരമായിട്ടുള്ള ഭരണങ്ങൾ എപ്പോഴും കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. എന്തായാലും ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഏത് പാർട്ടിക്കായാലും 400-ലധികം അല്ലെങ്കിൽ 360-ലധികം സീറ്റുകൾ കൊടുക്കാൻ പാടില്ല. അത്ര വലിയൊരു വിജയം ഏത് പാർട്ടിക്കും കൊടുക്കാതിരിക്കുന്നതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള രീതിയെന്ന് മനസ്സിലാക്കുക. കാരണം അതിൽ കൂടുതൽ ഭൂരിപക്ഷം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പല ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും മാറ്റി എഴുതാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും നമുക്ക് അടുത്തും ഇനിയും ഇതുപോലത്തുള്ള ചെറിയ കണ്ടസ്റ്റുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഈ പരിപാടിയിൽ ഈ കണ്ടസ്റ്റിൽ പിന്നെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ.